മുഖ്യമന്ത്രിയെ കരിങ്കൊടി കാണിച്ചതിന്റെ പേരിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ ചെടിച്ചട്ടിക്കും ഹെൽമറ്റിനും അടിച്ച് പരിക്കേൽപ്പിച്ചതിന്റെ പേരിൽ ജയിലിലായ 4 ഡിവൈഎഫ്ഐ പ്രവർത്തകർക്ക് ജാമ്യം ലഭിച്ച് പുറത്തിറങ്ങിയപ്പോൾ സിപിഎമ്മിന്റെ സ്വീകരണം MLA സഹിതമാണ് നഗരത്തിൽ വൻ സ്വീകരണമൊരുക്കിയത്. കണ്ണൂർ പഴയങ്ങാടിയിൽ വെച്ച് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ ആക്രമിച്ച ഡിവൈഎഫ്ഐ മാടായി ബ്ലോക്ക് ജോയിന്റ് സെക്രട്ടറി പി ജിതിൻ, ബ്ലോക്ക് കമ്മിറ്റി അംഗം VK അനവിന്ദ്, ചെറുതാഴം മേഖലാ പ്രസിഡന്റ് K രമീസ്, ചെറുതാഴം സൗത്ത് മേഖലാ പ്രസിഡന്റ് അമൽ ബാബു എന്നിവർക്കാണ് CPIM മാടായി ഏരിയ കമ്മിറ്റി സ്വീകരണം നൽകിയത്. കഴിഞ്ഞ മാസം 20-നായിരുന്നു കല്യാശ്ശേരിയിൽ നവകേരള സദസ്സ് കഴിഞ്ഞ് മടങ്ങുമ്പോൾ മുഖ്യമന്ത്രിയും മന്ത്രിമാരും സഞ്ചരിച്ച വാഹനത്തിന് നേരെ കരിങ്കൊടി കാണിച്ച യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ ഇവർ ക്രൂരമർദ്ദനത്തിനിരയാക്കിയത്. മർദ്ദനത്തിൽ 7 പേർക്കാണ് പരിക്കേറ്റത്. കണ്ടാലറിയാവുന്ന 20 ഡിവൈഎഫ്ഐ പ്രവർത്തകർക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്തിരുന്നു. എന്നാൽ സംഭവത്തിൽ ആകെ 4 പേരെയാണ് അറസ്റ്റ് ചെയ്തിരുന്നത്. MLA M വിജിൻ അടക്കമുള്ളവരുടെ നേതൃത്വത്തിലായിരുന്നു സ്വീകരണം നൽകിയത്. മലയാളം ടെലിവിഷൻ, കണ്ണൂർ. നാട്ടിലെവിടെയാ? വയനാട്ടില്. നാട്ടിലെവിടെയാ? ഞാൻ കോഴിക്കോട്. നാട്ടിലെവിടെയാ? ഞാൻ ആലപ്പുഴ. നാട്ടിലെവിടെയാ? ഞാനോ? ഞാൻ കണ്ണൂരാ. നാട്ടിലെവിടെയാ? എന്റെ വീട് പാലക്കാട്. പാലക്കാടിൻ പൊള്ളിപ്പൊളിയും ചൂടായാലും കോഴിക്കോടിൻ കാറ്റിൽ കിനിയും ഉപ്പായാലും ആലപ്പുഴയിലെ മണ്ണിൽ പടരും കുട്ടനാടൻ നനവാണേലും കണ്ണൂരിനെ ഉഴുതുമറിക്കും കോരിച്ചൊരിയണ മഴയായാലും വയനാട്ടിലെ കുളിർ കോരും മഞ്ഞായാലും നാട്ടിലെവിടെയാണേലും കാലാവസ്ഥ എന്താണേലും സിമെന്റ് JSW കോൺക്രീറ്റ് HD തന്നെ. നാട്ടിലെവിടെയാ?